ഇപ്പോൾ വിഴിഞ്ഞം വന്നിരിക്കുന്നത്, വിഴിഞ്ഞം ഈസ് എ പോർട്ട് ആൻഡ് ഐ ഫീൽ ഇറ്റ്സ് എക്കണോമിക് ഗെയിം ചേഞ്ചർ ഫോർ കേരള. അതിലൊരു സംശയമില്ല. അത് വി ആർ യെറ്റ് ടു see what all will come out of it. But I'm very clear that Vizhinjam will change Kerala like never before. And it is all economic. It will not, while the port will be run commercially, there will be a lot of economic activity that happens. പക്ഷേ ഒരു ഷിപ്പ് ബിൽഡിംഗ്, ഒരു ഷിപ്പ് റിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് while theoretically you can just have a sea coast and try to build a shipyard, it's going to be so expensive that you can't build and create viability. അതായത് ഒരു ഷിപ്പ്യാർഡ് വരണം എന്നുണ്ടെങ്കിൽ ഐഡിയലി ഒരു പോർട്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ അകത്ത് വേണം വരാൻ. കാരണം ഒരു ബ്രേക്ക് വാട്ടർ ഈസ് ടെറിബിളി കോസ്റ്റ്ലി. ആൻഡ് ആ ബ്രേക്ക് വാട്ടറിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കൊച്ചിയിൽ ഞങ്ങൾ ഷിപ്പ്യാർഡ് നിൽക്കുന്ന ഒരു പോർട്ടിനകത്താണ്. അപ്പോൾ ഈ വിഴിഞ്ഞം ഇന്ന് കോൺസ്ട്രൂ ചെയ്തിരിക്കുന്ന പോർട്ടിനകത്ത് ഒരു ഷിപ്പ്യാർഡിനുള്ളൊരു പോസിബിലിറ്റി ഇന്നില്ല. അപ്പോൾ ആൾക്കാർ പറയുന്നത് ദാറ്റ് ഏരിയ ഈസ് ഗുഡ്, വൈ ഡോണ്ട് പീപ്പിൾ ലുക്ക് അറ്റ് സംതിങ്. We are not too keen because ഞങ്ങളുടെ ഒരു ഇനീഷ്യൽ assessment it's going to be extremely costly. If somebody has got that kind of money, they could probably try. പക്ഷെ അത് it may be extremely difficult pure commercially. Economically വേണമെങ്കിൽ പറ്റും. അതായത് ഒരു കൺട്രി മൂവി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റും. അതായത് ഈ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ കമേഴ്ഷ്യൽ ആൻഡ് എക്കണോമിക് I always make. I can't talk anything economic. I can talk only commercial. രണ്ടാമത് പറഞ്ഞത് കേരള ഗവൺമെൻറ് സംസാരിക്കുന്നത് മാരിടൈം ക്ലസ്റ്ററും കാര്യങ്ങളും, അത് വളരെ റിയലാണ്. ഞങ്ങളും വളരെ ക്ലോസ്ലിയാണ് സംസാരിക്കുന്നത്. അവിടെ കേരള ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരുമിച്ച് നിന്ന് സംസാരിക്കണം. ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന ഐ എം ഹാപ്പി ദാറ്റ് ദ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, ദ പോർട്സ് മിനിസ്റ്റേഴ്സ്, അവരെല്ലാവരും ദേ ആർ ഓൾ ഫുള്ളി അവെയർ ഓഫ് ദിസ്. മൈ ഓൺലി റിക്വസ്റ്റ് വുഡ് ബി, we cannot bring in any lower level thoughts into this. There can be no political thoughts in this. It should all be long term nation building. അതിൽ കൊച്ചിയിൽ ഞങ്ങൾ ഇന്ന് ISRF വന്നിരിക്കുന്നു. We are actually talking about the Kochi cluster. ആ കൊച്ചി ക്ലസ്റ്ററിൽ we can hold only the ship repair part of it. അവിടെ we will make further investments also. പക്ഷെ അങ്ങനെ ഒരു ഇത് വരുന്നത്, it is always backed up by a maritime cluster. ആ മാരിടൈം ക്ലസ്റ്ററിൽ കേരള ഗവൺമെൻറ്റും നാളെ സാഗർമാല വഴിയും ഒരു ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്. വി ഹാവ് ഡൺ അവർ സ്മോൾ പാർട്ട്. വി ഹാവ് ക്രിയേറ്റഡ് എ സ്മോൾ മാരിടൈം പാർക്ക് ഇൻ വെല്ലിംഗ്ടൺ ഐലൻഡ്. 23 യൂണിറ്റുള്ള പാർക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് സീയിങ് ഹ്യൂജ് ട്രാക്ഷൻ. കാരണം കൊച്ചി ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് വി ഹാവ് ഡൺ ഈസ് വി ഹാവ് ക്രിയേറ്റഡ് ഒരു ഷിപ്പ് ലിഫ്റ്റ് ഫെസിലിറ്റി അലോങ് വിത്ത് 6 വർക്ക് സ്റ്റേഷൻസ്. വി ഹാവ് ഇൻവെസ്റ്റഡ് 970 crores there. അതിൻ്റെ ഒരു ഓപ്പറേഷണൽ മോഡൽ വി ആർ ഗോയിങ് ടു ചേഞ്ച്. ഇതുവരെ ആരും ചെയ്യാത്തൊരു മോഡലാണ്. നമ്മൾ ഇന്ന് അവർ ടെൻഡേഴ്സ് ആർ ആക്ച്വലി ഓപ്പൺ. ഇറ്റ്സ് ഗ്ലോബൽ ടെൻഡർ. വി ആർ ട്രൈങ് ടു ഗെറ്റ് എ ഗ്ലോബൽ പാർട്ട്ണർ. ആ ഗ്ലോബൽ പാർട്ട്ണർ ഒരു എയർപോർട്ടൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലിൽ ആ ഗ്ലോബൽ പാർട്ട്ണർ വിച്ച് ഷുഡ് ബി എ ഗ്ലോബൽ ഷിപ്പ്യാർഡ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ലൈക്ക് ലാസ്റ്റ് 50 years കൊച്ചിൻ ഷിപ്പ്യാർഡ് ഹാസ് ബീൻ ഡൂയിങ് ഷിപ്പ് റിപ്പയർ. We can do high quality ship repair. We are by far head and shoulder above the best in India. But when we introspect, we still have a long way to go. Turnaround time. The time is very important. ഒരു ഷിപ്പ് എത്ര ഫാസ്റ്റായി റിപ്പയർ ചെയ്യാൻ പറ്റും. We would be 30-35% off from the best targets. Turnaround time improve ചെയ്യുക, efficacies improve ചെയ്യുക, continual 24/7 work ചെയ്യുക, and churn out an ecosystem. അതിന് പ്രോബബ്ലി വി നീഡ് എ ഗ്ലോബൽ പാർട്ട്ണർ. അപ്പോൾ ആ ഗ്ലോബൽ പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടു ഓപ്പറേറ്റ് ദ ഇനീഷ്യൽ 6 വർക്ക് സ്റ്റേഷൻസ്, ബ്രിങ് ഇൻ ദ ക്ലയൻറ്റൈൽ, സപ്ലൈ ചെയിനിനെ കൊണ്ടുവരിക, സർവീസ് പ്രൊവൈഡേഴ്സിനെ കൊണ്ടുവരിക. അതിപ്പോൾ മിഡിൽ ഈസ്റ്റ് കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻസും മലയാളികളും ഒരുപാടുള്ള സ്ഥലമാണ്. ഇറ്റ് മേക്സ് നാച്ചുറൽ റീസൺസ് ഫോർ ദം ഓൾസോ ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇത് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഫേസ് ആയിട്ട് അനദർ 10 വർക്ക് സ്റ്റേഷൻ വിച്ച് വുഡ് ബി അനദർ അബൌട്ട് 1,500 crores of investment, which we are not talking straight away, but അത് ഞങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അത് ഒരു ഫസ്റ്റ് റൈറ്റ് ഓഫ് റിഫ്യൂസൽ ടു ദ പാർട്ട്ണർ ഹു കംസ് ഇൻ ടു ഡു ദാറ്റ് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്. വെൻ വി ആർ ഡൂയിങ് ദിസ് സൈമൾട്ടേനിയസ്ലി നമുക്കൊരു ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. ആ ഇക്കോസിസ്റ്റം കുഡ് ബി കൊച്ചിൻ പോർട്ട് ഈസ് അവെയർ ഓഫ് ദിസ്. കൊച്ചിൻ പോർട്ടിൻ്റെ ലാൻഡ് നാളെ കിൻഫ്ര ആവാം, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഡയറക്റ്റ്ലി ആവാം. The whole thing is, ഞങ്ങൾ പല ഫോറമിൽ ഞങ്ങൾ കൺവേ ചെയ്ത് ദിസ് ഈസ് നോട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് അത് ചെയ്യില്ല. കാരണം അതിനകത്ത് ലാർജ്
ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിൻ്റെ ഒരു പാർട്ടുണ്ട്. ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ, ഞങ്ങളുടെ ഫോർട്ടേ അതല്ല. ബട്ട് ടു ട്രിഗർ സംതിങ് ലൈക്ക് ദാറ്റ്, if Cochin Shipyard is to come in with something like say 5% equity or some sort of MOU, അതിന് ഞങ്ങൾ റെഡിയാണ്. This is how we are weighing things. But I feel there's a lot of discussions happening at appropriate levels. അപ്പോൾ അതൊരു കൊച്ചി വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ഇൻ ഇന്ത്യ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഇന്ന് നിൽക്കുന്നതിൽ മുംബൈ, വിശാഖപട്ടണം ആൻഡ് കൊച്ചിയാണ് ശരിക്കും ഒരു മാരിടൈം സിറ്റീസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ദ ലോട്ട് ഓഫ് അതർ തിങ്സ്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എമിനൻ്റ്ലി സൂട്ടഡ് ഫോർ ഷിപ്പ് റിപ്പയർ. ഷിപ്പ് ബിൽഡിംഗ് ഇനി ഒരുപാട് പുഷ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം പ്രോബ്ലി കൊച്ചിയിലില്ല. ഇപ്പോൾ initially what we are set up now, we are actually calling for an O&M partner. ആ O&M പാർട്ട്ണറിൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് വേണ്ടി ഡോട്ടെയിൽ ചെയ്യും. വാട്ട് വി ആർ ഡൂയിങ് ഇസ് 130 മീറ്റേഴ്സിലും താഴെയുള്ള ഷിപ്സ് we will shift to the new facility, and our present facility will go for much larger ones. So the O&M partner will help us. We will own the infrastructure, we will operate the infrastructure also. Basic ship lifting കാര്യങ്ങൾ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. But the O&M partner will handle the business, including getting the business. But current set of business which is already with us, there are certain captive businesses with us which also will park into that system, and then we will evolve a profit sharing model, which is what the current tender is. And if things go well, we are giving that O&M partner the first right. Potentially we have not described it in detail, but to form a JV with us, and that JV to do the further investments. Idana model. And that will be the second ISR. That is ISRF. It is actually a lift on basically. The ship lift will remain the same. Then we have workstations on land. We have now 6 workstations. Another 10 workstations ചെയ്യാനുള്ള സ്ഥലം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ another 10 workstations will call for significant investments. So total എത്ര ഏരിയ ഉണ്ട് അവിടെ? 42 acres. അതിൽ ഇപ്പം വന്നേക്കുന്ന ISRF എത്രയിലാണ്? അതിൽ ആ ISRF ഷിപ്പ് ലിഫ്റ്റും ഇതും ലാൻഡ് സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഈസ് ഇൻ ദ വാട്ടർ സൈഡ് വി ക്യാൻ ആക്ച്വലി ഹാവ് സ്റ്റിൽസിൻ്റെ മീതെ ചെയ്യാൻ പറ്റും, ഈ വർക്ക് സ്റ്റേഷൻസ് ചെയ്യാൻ പറ്റും. സോ വി ഡോണ്ട് നീഡ് എനി ഫർദർ ലാൻഡ് ഓർ വാട്ടർ അക്വയർ ചെയ്യുന്നത്. ഇത് കൊച്ചിൻ പോർട്ടും ഇൻവോൾവ് ആണ് ഇതിനകത്ത്, ബിക്കോസ് അൾട്ടിമേറ്റ്ലി this was a project of Cochin Port Authority, അന്നത്തെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്. അപ്പോൾ ship repair, how much is the share of ship repair in your total? we are last year we were 30%. We are saying we will be about 25 to 30% ship repair. ഇതിന്റെ കഴിഞ്ഞോ ഇപ്പോഴത്തെ ISRF? ഇപ്പോഴത്തെ കഴിഞ്ഞ ആദ്യത്തെ 4 വെസൽ ഇപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് അവിടെ. ഓൾറെഡി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. It is on. We needed just last week we completed the dredging and approach channel dredging. Just last week, അതിന് മുമ്പ് we took August 12th ഞങ്ങൾ 3 വെസൽ എടുത്തു അവിടെ, and last week we had taken 1 more vessel. Ship repairൽ ഞങ്ങൾ again one very interesting thing which we have done is this, we have signed this master ship repair agreement with the US Navy. അത് we feel it's a big one. MSRA എന്ന് പറയുന്നത്. So we have signed the MSRA. അതിൻ്റെ first vessels എടുത്തിട്ടില്ല, but we are getting the inquiries from US Navy. That is again part of India's strategic alignment. നമ്മൾ as a country we have something called the LEMOVA, LEMOVA, Logistics Exchange Memorandum of something agreement. അതിൻ്റെ താഴെയാണ് ഈ MSRA. അപ്പോൾ MSRA is basically US ഫ്ലീറ്റിൻ്റെ ഏഷ്യ പസഫിക്കിൽ they have a lot of auxiliary vessels. They also have frontline warships. Largely the auxiliary vessels അവർക്കൊരു റിപ്പയർസും അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ when they have to pull out from the theatre. These days they are largely in Singapore and Middle East. അപ്പോൾ they have been looking at possibilities. ഇന്ത്യയിൽ they have qualified Cochin Shipyardൻ്റെ മെയിൻ യൂണിറ്റ് ഇൻ കൊച്ചി ആൻഡ് മുംബൈ ആൻഡ് കൊൽക്കത്ത യൂണിറ്റ്സ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. It is we are see അവിടെ ഇന്ത്യയിൽ ഇന്ന് മാസഗോൺ ഡോക്കുമായിട്ടും ലാസൻ ടൂബറുമായിട്ട് ചെയ്തിട്ടുണ്ട്. LNTയിൽ 2-3-4 വെസൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ബട്ട് അതെല്ലാം സ്മോളർ വർക്ക്സാണ് വന്നിരിക്കുന്നത്. അവർ the happy part is like US Navy ഒന്നും they won't come and sign just like that. It's a 3-year process.
അതിൽ ലാസ്റ്റ് പ്രോസസ് വാസ് ഇൻ February of 2024. ഒരു 17-member interdisciplinary team came to the shipyard, did a 3-day assessment and finally cleared us. They cleared us for 5 years, both auxiliary ships and auxiliary ships എന്ന് പറഞ്ഞാൽ അവർക്ക് ടാങ്കേഴ്സും അങ്ങനത്തെ ഷിപ്സ് ഉണ്ട് ഫ്ലീറ്റിൽ. അപ്പോൾ we feel it could be a significant revenue earner for Cochin Shipyard. Only thing is we don't want to create any mistakes getting into that business. കാരണം ഇതൊരു highly professional business ആണ്, and so we are also just making sure that everything is clear before we take that first vessels. But hopefully early next year we should be taking the first vessels from the US We Navy. have the draft for these vessels. Yeah. We have, and especially പുതിയ dry dock വന്നു കഴിഞ്ഞപ്പോൾ we have it.